ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिणतैतं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितं च हे कृष्णा करुणा सिंधु दीनबंधो जगतपते गोपेश गोपिका कांद राधा कांद नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानु सुदे देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमामो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्णा हरि ओम तत्सत। हरे कृष्णा अस्मिता माता जी। ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം പ്രഭു. हरे യാത്രക്ക് സുഖമായിരുന്നില്ലേ? कृष्ण। മാതാജി എത്തിയില്ല, വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട്? ഇല്ലില്ല. ഇല്ല അല്ലേ? അതിന് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയാ? വേണ്ട, വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അത് ശരി. എന്നിട്ട് എന്ന് എത്തി പ്രഭു? ഞാൻ എത്തിയിട്ട് ഒരു മാസം ഇതായി. കഴിഞ്ഞ 13-ാം തീയതി 10 ദിവസം ഉണ്ടായിരുന്നു. ആ, അത് ശരി. പിന്നെ ഇവിടെ ഉള്ളവരും ഇല്ലല്ലോ അല്ലേ, നമ്മളെ മാതാജിമാരല്ലേ? പിന്നെന്താ? ഓക്കെ. ഇപ്പം നമ്മൾ കഴിഞ്ഞ 4.9 വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. 4.9 ബൈ ഹാർട്ട് ചെയ്യാനുള്ളത്. അതെ അല്ലേ. കാണാണ്ട് പറയല് പ്രഭു. അതെ. കിട്ടിയില്ല. ജന്മകർമ്മച്ചമേ ദിവ്യം. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ജന്മകർമ്മച്ചമേ ദിവ്യം ഏവം വേത്തി തത്വതഃ തെക്താദേവം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. അതായത് എൻ്റെ അതീന്ദ്രിയ എൻ്റെ അർജുന, എൻ്റെ ജനനത്തിൻ്റെയും മറ്റ് പ്രവൃത്തികളുടെയും ഒക്കെ അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവര് പിന്നെ എൻ്റെ ലോകത്തിലേക്കാണ്. പിന്നെ അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല, അവർ എൻ്റെ ലോകത്തിലേക്ക് എത്തിപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ബൈ ഹാർട്ട് ചെയ്യാനുള്ളത് 4.10. वीतरागभयक्रोधा मन्मया मामुपाश्रिता बहवो ज्ञानतपसा पूतमद्भावमागधा। वीतरागभयक्रोधा मन्मया मामुपाश्रिता बहवो ज्ञानतपसा पूतमद्भावमागता. के श्यामला माता जी. ശ്യാമള മാതാജി മ്യൂട്ടിലാണ്. ഹരേ കൃഷ്ണ. ഞാൻ അടുത്ത് വായിക്കാം പ്രഭുജി. ഓക്കെ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. വീതരാഗഭയക്രോധ മന്മയാ മാമുപാശ്രിത ബഹവോ ജ്ഞാനതപസാ ഭൂതമദ്ഭാവമാഗതാം. ഹരേ മംഗള മാതാജി. കേൾക്കുന്നില്ല.
बहवो ज्ञानतपस्सा पूतमद्भावमागताः हरे कृष्ण സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. വീതരാഗ ഭയക്രോധാമന്മയാമുപാശ്രിതാ ബഹവോ ജ്ഞാന തപസാം ഭൂതാമദ്ഭവഭാഗതാഃ. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടെ പ്രഭു. ശ്യാമള മാതാജി വായിക്കുന്നുണ്ടോ? ഓക്കെ, വായിച്ചോളൂ സ്മിത മാതാജി. ഹരേ കൃഷ്ണ. രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പൂകിയ അനേകം പേർ എന്നെപ്പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. Being freed from attachment, fear and anger, being fully absorbed in me and taking refuge in me, many persons in the past became purified by knowledge of me. And thus they all attained transcendental love for me. അപ്പോൾ നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന എന്താണ്? ഫ്രീ ഫ്രം അറ്റാച്ച്മെൻറ്റ്, ഫിയർ ആൻഡ് ആങ്കർ. അതായത് ഭഗവാനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലായിരിക്കുക, അത് പേടി ഉണ്ടായിരിക്കുക, ദേഷ്യം, ഈ 3 കാര്യങ്ങളാണ്. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ, അറ്റാച്ച്മെൻറ്റ്, ഫിയർ ആൻഡ് ആങ്കറിന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും സമർപ്പണ ഭാവത്തോടെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ, എങ്ങനെ പൂർവ്വകാലത്ത് ഒരുപാട് ഡിവോട്ടീസ് എന്നെ പ്രാപിച്ചു അതേപോലെ നമുക്കും അത് സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമുക്കിത് 3 ഉണ്ടാവാൻ പാടില്ല. ഫിയർ, ആങ്കർ ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ്. അതായത് അറ്റാച്ച്മെൻറ്റേ പാടുള്ളൂ, ഡിറ്റാച്ച്മെൻ്റ് അല്ല. ഭഗവാനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പാടില്ല, ഭഗവാനോട് അറ്റാച്ച്. എന്താണ് അതിന് പറയുന്നത്? രാഗം. വീതരാഗ ഭയക്രോധ. വീത മീൻസ് വിത്തൗട്ട്, ഫ്രീഡ്. രാഗ മീൻസ് അറ്റാച്ച്മെൻറ്റ്. ഭയ, ഫിയർ, ക്രോധ, ആങ്കർ. ഇത് 3 നമ്മുടെ വിഘ്നങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുക്തി കിട്ടിയാൽ, ഭഗവാന് പൂർണ്ണ സമർപ്പണം ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും പൂർവ്വകാലത്ത് എങ്ങനെയാണോ ഭക്തന്മാർ ഭഗവാനെ പ്രാപിക്കാൻ സാധിച്ചത് അതേപോലെ നമുക്കും ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. മെനി പേഴ്സൺ ഇൻ ദ പാസ്റ്റ് became purified by knowledge of me, thus they all attained transcendental love for me. കൃഷ്ണ പ്രേമത്തിലേക്ക് എത്തും. നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ് എന്താണ്? കൃഷ്ണപ്രേമം അല്ലേ? മറ്റതെല്ലാം ഇവിടെ ബന്ധിപ്പിക്കുന്നതാണ്. ധർമാർത്ഥ കാമ മോക്ഷ. അപ്പോൾ പഞ്ചമ പുരുഷാർത്ഥം, പ്രേമ പുമാർത്തോ മഹാൻ എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോൾ ആ പ്രേമ പുമാർത്തോ പഞ്ചമ പുരുഷാർത്ഥത്തിലേക്ക്, കൃഷ്ണഭക്തിയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനോട് അറ്റാച്ച്മെൻ്റ് ആയിരിക്കണം, ഭയം ഉണ്ടാവാൻ പാടില്ല, പിന്നെ ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. ഈ പ്രധാനം. പിന്നെ നമ്മൾ ഫുള്ളി അബ്സോർബ്ഡ് ആയിരിക്കണം, ഭഗവാനെ ആശ്രയിക്കണം. നമ്മളുടെ ആശ്രയം ഭഗവാൻ മാത്രമായിരിക്കണം. അത്ര സർഗ വിസർഗശ സ്ഥാനം പോഷണം ഊതിയ മന്വന്തര ഈശാനുഗത വിരോധ മുക്തി ആശ്രയ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആശ്രയിക്കേണ്ട ആരാണ്? അൾട്ടിമേറ്റ്ലി ഭഗവാൻ കൃഷ്ണനെ. നമ്മൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് നമ്മുടെ പണത്തിനെ, നമ്മളുടെ ഐശ്വര്യത്തിനെ, നമ്മളുടെ ബന്ധുക്കളെ, നമ്മളുടെ ശക്തിയെ, അല്ലേ? ഇതൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത്, ഭഗവാൻ ആശ്രയിക്കുന്നില്ല. അപ്പം എന്തായാലും എനിക്കിത് പ്രശ്നം വന്നാൽ ഉടനെ നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ പോയിട്ട് നമ്മൾ അവരുടെ ഗൈഡൻസ് ചോദിക്കും, അവരുടെ അഭിപ്രായം ചോദിക്കും, അവരുടെ സഹായം ചോദിക്കും. അപ്പോഴും ഭഗവാനെ ഓർക്കുന്നില്ല നമ്മൾ. അയ്യോ, ഭഗവാനെ നമ്മൾ ഓർത്താൽ, ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഭഗവാൻ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമുക്ക് ഒരു വഴി കാണിച്ചു തരും. പക്ഷെ അതില്ല, നമ്മൾ ഉടനെ അച്ഛൻ്റെ അടുത്ത് പോയി, അമ്മയുടെ അടുത്ത് പോയി, സഹോദരങ്ങളുടെ അടുത്ത് പോയി, അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ അടുത്ത് പോയി, ഇതിനെന്തൊരു പരിഹാരം. പക്ഷെ ആ സമയത്ത് അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഭഗവാനോട് കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ എന്ത് ചെയ്യും? ഇൻസ്പയർ ചെയ്യും, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മളെ ഇൻസ്ട്രക്റ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് സറണ്ടർ, ശരണാഗതി ആയിരിക്കണം. അവശ്യ രക്ഷിപേ കൃഷ്ണ. അതായത് ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കും, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ആ ദൃഢമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നമ്മളുടെ ടെമ്പററി ആയിട്ടുള്ള ആ
ഐശ്വര്യത്തിനെ ആശ്രയിച്ചാൽ ഭഗവാനെ മറന്ന് ആശ്രയിക്കുകയാണെങ്കിൽ അത് കാര്യം ഉണ്ടാവില്ല. അതിനെ ആശ്രയിക്കാം, അത് വേണ്ട പോലെ ഉപയോഗിക്കാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഭഗവാന് പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. അൾട്ടിമേറ്റ്ലി ആശ്രയം ഭഗവാൻ മാത്രമായിരിക്കണം. അപ്പോൾ നമ്മളത് ഉറങ്ങിക്കിടക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം, അറ്റ് ദ സെയിം ടൈം ഭഗവാന് വിട്ടുകൊടുക്കുക. ഭഗവാനാണ് കൺട്രോളർ. അപ്പോൾ ഇതാണ് ആ ടേക്കിംഗ് റെഫ്യൂജ് ഇൻ മീ, ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിച്ചിട്ടുള്ള ഓരോരുത്തരും പൂർവ്വകാലത്ത് എന്നെ പ്രാപിച്ചിട്ടുണ്ട്. അവർക്ക് എന്നെ പറ്റിയിട്ടുള്ള ശരിക്കുള്ള ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തത്വത്തിലും ഏവം യോ വേത്തി തത്വത എന്ന് പറയുന്നത്, തത്വത്തിൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ആവിർഭാവം അതുപോലെ ഭഗവാന്റെ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം എന്താണ്? അവർക്ക് അറ്റാച്ച്മെൻറ്റ് ഭഗവാനുണ്ട്, ഫിയറില്ല, ആങ്കറില്ല. അങ്ങനെ അവർക്കെല്ലാവർക്കും കൃഷ്ണപ്രേമം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മുടെ റെഗുലർ ആയിട്ടുള്ളത് 6.36 അല്ലേ? അതല്ലേ പറഞ്ഞ? അല്ലേ പ്രഭു? 6 36 അല്ലേ? അതെ. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 6:36. അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വസ്യാത്മനാ തു യതതാ സഖ്യോ വാപ്തും ഉപായത. അസത്മ്യതാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വസ്യാത്മനാ തു യതതാ സഖ്യോ വാപ്തും ഉപായത. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതി വശ്യാത്മനാ തു യതതാ ശക്യോ അവാപ്തുമുപായത. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. അസംയതാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു യതതാം ശക്യോ അവാപ്തുമുപായതഃ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. സംയതാത്മനാ യോഗോ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു യതതാ ശക്യോ വാപ്തുമുപായതഃ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഓ ഭഗവതേ വാസുദേവായ. അസംയോഗോ ദുഷ്പ്രാപ ഇതി മേ മതിഃ വശ്യാത്മനാ തു യതതാ ശക്യോ അവാപ്തുമുപായതഃ. വിവർത്തനം. മനോനേന്ദ്രമില്ലാത്തവന് സാക്ഷാത് പ്രയാസമാണ്. മനസ്സിന് വേണ്ടി ശ്രമിക്കുന്നവനാകട്ടെ അത് ബ്രേക്ക് ആവണം മാതാജി പറയുന്നതൊക്കെ. ഓക്കെ, കുഴപ്പമില്ല. ഫോർ വൺ ഹൂസ് മൈൻഡ് ഈസ് അൺബ്രിഡിൽഡ് സെൽഫ് റിയലൈസേഷൻ ഇസ് ഡിഫിക്കൽട്ട് വർക്ക്, ബട്ട് ഹൂസ് മൈൻഡ് ഈസ് കൺട്രോൾഡ് ആൻഡ് ഹൂ സ്ട്രൈവ്സ് ബൈ അപ്രോപ്രിയേറ്റ് മീൻസ് ഈസ് അഷ്യൂർഡ് ഓഫ് സക്സസ്. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ കടിഞ്ഞാണ് കൊണ്ട് കൺട്രോൾ ചെയ്യണം. എങ്ങനെ ഒരു കുതിരയെ കടിഞ്ഞാണ് കൊണ്ട് കൺട്രോൾ? കുതിരയെ കടിഞ്ഞാണില്ലെങ്കിൽ അത് അവിടേക്കും ഇവിടേക്കും ഓടും അല്ലേ, ആക്സിഡൻറ്റ് പറ്റും. അതേപോലെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അതിനെ ശരിക്കും കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് പല സ്ഥലത്തേക്കും പായും, കുതിര പായുന്ന പോലെ. അപ്പോൾ അൺബ്രിഡിൽ മൈൻഡ് എന്ന് പറയുന്നത് ആരുടെ മനസ്സാണോ പതറി നടക്കുന്നത് അവർക്ക് ഈശ്വര സാക്ഷാത്കാരം വളരെ ബുദ്ധിമുട്ടായിരിക്കണം. അപ്പോൾ സിംഗിൾ പോയിൻറ്റഡ് അറ്റൻഷൻ ആയിരിക്കണം. നമ്മുടെ ഫോക്കസ് ഡിവിയേറ്റ് ചെയ്യാൻ പാടില്ല. സിംഗിൾ പോയിൻറ്റഡ് അറ്റൻഷൻ. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന അല്ലേ,
അങ്ങനെ ആ ബുദ്ധിയായിരിക്കണം നമ്മുടെ മനസ്സ് ഉറച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്ത്. അതിങ്ങനെ പാറി പറന്ന് നടക്കാൻ പാടില്ല. ഒരു നിമിഷം ഇവിടെ, ഒരു നിമിഷം ഒരു ഫോക്കസ് ഇല്ലാണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എസ്പെഷ്യലി അത് സെൽഫ് റിയലൈസേഷൻ ആകുമ്പോൾ, ഈശ്വര സാക്ഷാത്കാരമാകുമ്പോൾ ഒട്ടും നടക്കില്ല. കാരണം വെച്ചാൽ അവിടെ കംപ്ലീറ്റ് അബ്സോർപ്ഷൻ വേണം, കോൺസെൻട്രേഷൻ വേണം. അപ്പോൾ ആരുടെ മനസ്സാണോ നമ്മളുടെ ആ കൺട്രോളിൻ്റെ പരിധിയിൽ വരുന്നത് അവർക്ക് മാത്രമാണ് വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ അഭിപ്രായമാണെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ധ്യാനയോഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഭഗവാൻ. ധ്യാനത്തിന് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ എന്താ കാര്യം? അല്ലേ, നമ്മളെല്ലാം വിട്ടെറിഞ്ഞ് കാട്ടിൽ പോയിട്ട് ഏകാന്ത സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് നമ്മൾ ധ്യാനിക്കാതിരിക്കുന്നു. അപ്പോൾ ഞാൻ ധ്യാനിക്കാനിരിക്കുകയാണ്, അയ്യോ എനിക്ക് നല്ലൊരു വീട് എപ്പോഴാണ് ഉണ്ടാവുക, എനിക്ക് നല്ലൊരു കുടുംബം എപ്പോഴാണ് കിട്ടുക, ഇത് ആലോചിച്ചാൽ നമുക്ക് ധ്യാനം നടക്കുമോ? കാട്ടിൽ എല്ലാം കുടുംബത്തിനൊക്കെ വിട്ട് നമ്മൾ കാട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഒരു നല്ല ലേറ്റസ്റ്റ് ഫോൺ എപ്പോഴാണ് കിട്ടുക. ധ്യാനിക്കാതിരിക്കുമ്പോൾ അത് മനസ്സിൽ കൂടെ പോയാൽ ഭഗവാന്റെ ധ്യാനം ഇവിടെ പോയി. അപ്പോൾ മനസ്സിനെ നമ്മൾ ഏകാഗ്രതയിൽ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് എന്ത് മന്ത്രമാണോ നമ്മൾ ചെല്ലുന്നത് അത് നമ്മൾ കേട്ട് ആ നാമത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ പാദത്തിലോ സമർപ്പിച്ചിട്ട് അത് മാത്രം ഓർക്കുക, വേറെ ഒന്നും ഓർക്കാൻ പാടില്ല. ആ സമയത്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്താലോ മക്കളെ ഓർത്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതിക തലത്തിൽ എന്തെങ്കിലും കാര്യം ഓർത്താലും നമ്മുടെ കാര്യം നടക്കില്ല. അപ്പോൾ ശ്രമ ഏവഹി കേവലം, അത് വെറും എഫേർട്ടായി പരിശ്രമം മാത്രമായിട്ട് മാറും. ലബോറിയസ് ജോബ്. ഈ കുതിര ഓടിയിട്ട് അത് കുറേ ഓടുമ്പോൾ കുറേ അതുപോലെ കഴുതയാകാനും ശരി പത വരും വായയിൽ അല്ലേ, ഓടിയിട്ട് ക്ഷീണിച്ചിട്ട്. അതേപോലെ നമ്മളും വേർക്കുന്നല്ലാതെ വേറെ ഈശ്വര സാക്ഷാത്കാരമൊന്നും നമുക്ക് ലഭിക്കില്ല. അപ്പോൾ സിംഗിൾ പോയിൻ്റഡ് അറ്റൻഷൻ വേണം ധ്യാനയോഗത്തിന് സ്പെസിഫിക്കലി. കാണിച്ചാൽ അത്രയും കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഭഗവാനെ നമുക്ക് പ്രാപിക്കുള്ളൂ. മറ്റത് ജപം അത്ര കടുത്തൊരു ഇതല്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല ജപം. ജപത്തിൽ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടിയില്ലെങ്കിലും നാമത്തിനുള്ള അതുണ്ട്, നാമത്തിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. മറ്റത് ബെനിഫിറ്റ് കിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ നാമം ജപിക്കല്ലോ. കലികാലത്തിൽ നാമം യാതൊരു വ്യത്യാസമല്ല പറയണത്. അപ്പോൾ നമ്മൾ നാമം ജപിക്കുമ്പോൾ ആ നാമം ഉച്ചരിക്കുന്നത് അത് നമ്മൾ അറ്റൻഷൻ കൂടെ ഇല്ലാതെയും ശരി, ഫോക്കസ് ഇല്ലാണ്ടെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മനസ്സിൽ ധ്യാനിച്ചിട്ട് നാമം ജപിച്ചാലും ശരി. അങ്ങനെ അജാമിളയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി തൻ്റെ മകനെ വിളിച്ചപ്പോൾ. നാമി ഒന്നായതുകൊണ്ട് അല്ലേ. അപ്പോൾ നാമം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് സ്പിരിച്വൽ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നാമത്തിനെ പോലെ അല്ല ധ്യാനം ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കണം. നാമത്തിന് നമുക്ക് അറ്റ്ലീസ്റ്റ് സം പ്യൂരിഫിക്കേഷൻ വിൽ ടേക്ക് പ്ലേസ്. കുറച്ച് കൂടുതൽ സമയം എടുക്കും കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ, പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അവിടെ ഭഗവാൻ പറയുന്നത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. എന്നിട്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു മനസ്സിൽ മാത്രമേ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ആ മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണ ശരണാഗതി പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമാണ് നമുക്ക് സെൽഫ് റിയലൈസേഷൻ നടക്കുള്ളൂ, ഇല്ലാണ്ട് നടക്കില്ല. The Supreme Personality of Godhead declares that one who does not accept the proper treatment to detach the mind from material engagement can hardly achieve success in self-realization. ഈശ്വര സാക്ഷാത്കാരത്തിന് അത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടും. ഒരു ദിവസം കൊണ്ട് കിട്ടുന്നത് ഒരു വർഷം പിടിക്കും, ഒരു വർഷം കൊണ്ട് കിട്ടുന്നത് 10 വർഷം, അത്രയും ഡിലേ ആയിരിക്കും. കുറച്ച് നമ്മൾ ഒരു ഡിവോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, അതിൻ്റെ ചെറിയൊരു ബെനിഫിറ്റ് കിട്ടും തീർച്ചയായിട്ടും. സോ ട്രൈങ് ടു പ്രാക്ടീസ് യോഗ വൈൽ എൻഗേജിങ് ദ മൈൻഡ് ഇൻ ദ മെറ്റീരിയൽ എൻജോയ്മെൻറ്റ് ഇറ്റ്സ് ലൈക്ക് ട്രൈങ് ടു ഇഗ്നൈറ്റ് എ ഫയർ വൈൽ പോറിങ് വാട്ടർ ഓൺ ഇറ്റ്. പിന്നെ നല്ലൊരു ഉദാഹരണം കൊടുക്കുന്നത്, നമ്മൾ യോഗാഭ്യാസം ചെയ്യാണ്, ആ സമയത്ത് നമ്മൾ ഭൗതിക തലത്തിൽ നമ്മുടെ മനസ്സിനെ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ തീ കത്തിക്കുന്ന പോലും ആ തീ കത്തിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുക. തീ കത്തുമോ? ഇല്ല. അപ്പം അതാണ് ഉദാഹരണം കൊടുത്തിരിക്കുന്നത്.
trying to ignite a fire while pouring water on it. Yoga practice without mental control is waste of time. ഇപ്പോൾ യോഗ നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാണ്ട് യോഗ ചെയ്യുകയാണെങ്കിൽ simply waste of time. Such a show of yoga may be materially lucrative, but it is useless as far as spiritual realization. മറ്റുള്ളവരെ കബളിപ്പിക്കാനും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ധനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിലുള്ള കാര്യങ്ങൾ സാധിക്കാനും അങ്ങനെ ഒരു എക്സിബിഷൻ ആയിട്ടുള്ള ഒരു യോഗ സിസ്റ്റം കൊണ്ട് നടക്കാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് സ്പിരിച്വലി യാതൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. മെറ്റീരിയൽ ലുക്രേറ്റീവ് ആയിരിക്കും. കാണിച്ചാൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവരുടെ അതിശയഭക്തി ഉണ്ടാവും, ഭയങ്കര ജ്ഞാനത്തിലാണ്, ഭയങ്കര കഴിവുണ്ട്, സിദ്ധിയുണ്ട്, ഞാൻ ഈ ബാബയുടെ ഒരു ശിഷ്യനാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കുറേ കൂടും. ഓക്കെ, പിന്നെ ആ ബാബയ്ക്ക് ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ വരും ഈ ശിഷ്യന്മാർ കാരണം. അല്ല നല്ല ധനികരായിട്ടുള്ള ശിഷ്യന്മാരുണ്ടെങ്കിൽ പിന്നെ സംശയമുണ്ടോ? അങ്ങനെ മെറ്റീരിയൽ ലുക്രേറ്റീവ് ആയിരിക്കും, പക്ഷെ അതുകൊണ്ട് ശിഷ്യന്മാർക്കും ഒരു ഗുണമുണ്ടാവില്ല, സോ കോൾഡ് സ്യൂഡോ ഗുരുവിനും ഗുണമുണ്ടാവില്ല, മെറ്റീരിയൽ ഗുണമല്ലാതെ. But it is useless as far as spiritual realization is concerned. Therefore, one must control the mind by engaging constantly in the trance-loving service of the Lord. Unless one is engaged in Krishna consciousness, he cannot steadily control the mind. A Krishna conscious person easily achieves result of yoga practice without separate endeavor. But a yoga practitioner cannot achieve success without becoming Krishna consciousness. Hello. ഇവിടെ പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഈസിലി അച്ചീവ് ദ റിസൾട്ട് ഓഫ് യോഗ പ്രാക്ടീസ് വിത്തൗട്ട് സെപ്പറേറ്റ്. അപ്പം നമ്മൾ ഭക്തിമാർഗം സ്വീകരിച്ച ആൾക്കാർക്ക് അവർക്ക് വളരെ ഈസി ആയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കിട്ടാൻ പറ്റും സിംപ്ലി ബൈ ചാൻഡിങ് ഹരേ കൃഷ്ണ മഹാമന്ത്ര. ഇത്ര പ്രത്യേകിച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വിത്തൗട്ട് സ്പെഷ്യൽ എൻഡെവർ. പക്ഷേ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കൃഷ്ണഭക്തി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ആ ഒരു കൺവീനിയൻസോ ആ ഒരു ബെനിഫിറ്റോ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സ് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല എന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 37. അർജുന ഉവാച അയതി ശ്രദ്ധയാപേതോ യോഗച്ഛലിതമാനസ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാച്ഛലിതമാനസ അപ്രാപ്യ യോഗസംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ഹരേ കൃഷ്ണ. ഓക്കെ, മംഗളമാതാജി. ഭഗവതേ വാസുദേവായ. അർജുന ഉവാച അയദ്ധി ശ്രദ്ധയോപേതോ യോഗാചലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാങ്കതിം കൃഷ്ണ ഗച്ഛതി. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാചലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ഓക്കെ, ശ്യാമള മാതാജി. മ്യൂട്ടിലാണ്. കുറച്ച് ഇതാവുന്നുണ്ട്, ലാഗ്. അപ്പൊ ഓക്കെയാണ്, കുറച്ചുകൂടി അടുത്ത് പറഞ്ഞു. ഹരേ കൃഷ്ണ. അർജുനോവാച അയതി ശ്രദ്ധയോപേതോ യോഗചലിതമാനസഃ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച അയതി ശ്രദ്ധയോപേതോ യോഗാചലിതമാനസ അപ്രാപ്യ യോഗ സംസിദ്ധിം കാം ഗതിം കൃഷ്ണ ഗച്ഛതി. ഹരേ. അർജുനൻ പറഞ്ഞു അല്ലയോ കൃഷ്ണ, വിജയം പ്രാപിക്കാത്ത അതീന്ദ്രിയ ജ്ഞാനിയുടെ ഗതി എന്ത്?
ആരംഭത്തിൽ വിശ്വാസപൂർവം ആത്മസാക്ഷാത്കാരത്തിനുള്ള പദ്ധതി കൈക്കൊള്ളുകയും പിന്നീട് ലൗകിക വാസനകളാൽ വഴിതെറ്റിക്കപ്പെട്ട് യോഗത്തിന്റെ പരിപൂർണതയിലെത്താതെ പിന്മാറുകയും ചെയ്യുന്ന യോഗിക്ക് എന്ത് സംഭവിക്കും? ഹരേ ഹരിബോൾ. അപ്പോൾ അർജുനന്റെ ചോദ്യം, ഓ കൃഷ്ണ, വാട്ട് ഈസ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ അൺസക്സസ്ഫുൾ ട്രാൻസെൻഡന്റലിസ്റ്റ് ഹു ഇൻ ദ ബിഗിനിങ് takes the process of self-realization with faith, but who later desists due to worldly mindedness and thus does not attain perfection in mysticism. അപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് പല ആളുടെ നമ്മളുടെ എല്ലാവരെയും സംശയമാണ്. അത് നമ്മളിപ്പോൾ തുടങ്ങി വെച്ചു, കുറച്ച് കാലം പോയി, പിന്നെ ഭൗതിക ലോകത്തിൽ വീണ്ടും നമ്മൾ ആകർഷിച്ച് ഭൗതിക ലോകം ഇതെല്ലാം വിട്ട് വീണ്ടും ഭൗതിക ജീവിതം തുടർന്നു. നമ്മൾ എവിടെ ഇല്ലാണ്ടേ, ഇതും നടന്നില്ല അതും നടന്നില്ല, നമ്മുടെ സമയം പോയി, എല്ലാം പോയി. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ എന്തായിരിക്കും ഗതി? ഇതാണ് അർജുൻ്റെ സംശയം. ചില പ്രഭുപാദോട് തോമസ് ചോദിച്ചു. തോമസ് ആദ്യകാലം ഇനീഷ്യേഷന് മുമ്പുള്ള പേരാണ്. തോമസ് പറഞ്ഞാൽ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ്, പിന്നീട് അദ്ദേഹം മഹാരാജായി. അപ്പോൾ ആദ്യകാലത്ത് തോമസ് ചോദിച്ചു, ശിലപ്രഭാത്, നമ്മളിപ്പോൾ ഇതൊക്കെ തുടങ്ങി, കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് തുടങ്ങി, ജപം തുടങ്ങി, അങ്ങനെ ഭക്തിയുത സേവനം തുടങ്ങി, പിന്നീട് വീണ്ടും നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു പോയാൽ നമ്മളുടെ ഗതി എന്തായിരിക്കും? അപ്പോൾ പ്രഭുപാദ പറഞ്ഞു, വളരെ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ. ഇതേ ചോദ്യം തന്നെ അർജുനൻ ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് ഇതേ ചോദ്യം തന്നെ അർജുനൻ ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ ആൻസർ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ 2% നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭക്തി, അന്ന് നമ്മൾ നിർത്തി, പിന്നെ നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് പോയി. അപ്പോൾ അടുത്ത ജന്മത്തിൽ നമ്മൾ 3ാമത്തെ ശതമാനത്തിന് തുറക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളുടെ ഒരിക്കലും ഇത് കുറയില്ല. അപ്പോൾ പ്രഭാത കോട്ടിതു നേഹാഭിക്രമനാശ്വസ്തി പ്രത്യവായോന വിദ്യതേ സ്വല്പം അഭ്യസ്ത ധർമ്മസ്യ ത്രായതേ മഹതോഭയാത്. ഒരിക്കലും കുറയില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ആശ്വാസമായി. അപ്പോൾ ദിസ് ഈസ് റിയലി ഗുഡ്. നമ്മളതിൽ പൈസ ഉണ്ടെങ്കിൽ അത് ചിലവാക്കിയാൽ കുറയും അല്ലേ? നമ്മളെല്ലാം നമ്മുടെ ഹെൽത്ത് കുറയും, നമ്മുടെ വെൽത്ത് കുറയും, നമ്മുടെ എല്ലാം കുറയും മെറ്റീരിയലി. പക്ഷേ ഇത് കുറയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. സോ ഈ ടുക്ക് അപ്പ് കൃഷ്ണ കോൺഷ്യസ്നെസ്. അപ്പോൾ നന്നായിട്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം മഹാരാജായി. വളരെ ഫേമസ് ആയിട്ടുള്ള പ്രഭാതർ വളരെ പേഴ്സണൽ അസിസ്റ്റൻ്റായി തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ്. അപ്പോൾ ഇതാണ് പ്രഭുപാദ അതിനെ അപ്പം തന്നെ പറഞ്ഞു, ദിസ് തോമസ് വിൽ ബിക്കം എ പ്യൂർ ഡിവോട്ടി. അന്ന് പ്രഭാത പ്രഡിക്റ്റ് ചെയ്താ. അപ്പോൾ അങ്ങനെ ആ തോമസിനുള്ള 18-19 അന്ന് എന്തായി, പിന്നീട് നല്ല ഭക്തനായി, ഇനീഷ്യേഷൻ എടുത്തു, സന്യാസി വര്യനായി. ഇപ്പോൾ പ്രഭാത അന്ന് തന്നെ പ്രഡിക്റ്റിട്ടുണ്ട്, വിൽ ബിക്കം എ പ്യൂർ ഡിവോട്ടി. അപ്പോൾ ഇതാണ് ഭക്തജനങ്ങൾക്ക് സെയിൻലി പേഴ്സണാലിറ്റി. ദേ ക്യാൻ ഫോർസി, അവർക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. കാണിച്ചാൽ ഓരോരുത്തരുടെ അത് ഇഷ്ടം പോലെ അങ്ങനെ പ്രഭാതര ഓരോ ലീലകളുണ്ട്. ഒരു പ്രാവശ്യം കുംഭമേളയിൽ പ്രഭാതയുടെ വേണ്ടൊരു ഒരു ഭക്തൻ, പ്രഭാതയുടെ ഒരു വെൽവിഷർ, നമ്മുടെ പ്രഭാതയുടെ ആയിട്ട് എപ്പോഴും സമ്മതിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ ഇതിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല. അപ്പോൾ പ്രഭാതയെ കുംഭമേളയിൽ കാണാൻ വന്നു. കുംഭമേളയിൽ കാണാൻ വന്ന സമയത്ത് തൻ്റെ മകനായിട്ടാണ് വന്നത്. തൻ്റെ മകനായിട്ട് വന്നിട്ട് മകൻ പ്രഭാതയുടെ കാലിൽ വീണു, നമസ്കാരം ചെയ്തു. പ്രഭാത തലയിലൊക്കെ കൈവച്ച് കല തിരുമ്മി അനുഗ്രഹിച്ചു. എന്നിട്ട് അച്ഛനോട് ചോദിച്ചു, ഈ മകനെ എനിക്ക് തരുമോ? ഈ മകനെ നിങ്ങൾ വിട്ടുപോയിക്കോളൂ, ഞാൻ അവനെ നല്ല ഡിവോട്ടി ആക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഇല്ല, അയ്യോ പ്രഭാത എങ്ങനെ, അവനിപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അവൻ ഇനി വേദങ്ങൾ പഠിക്കണം, സംസ്കൃതം പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് വലുതാവട്ടെ, ഞാൻ എന്നിട്ട് തരാം. എന്നിട്ട് വലുതായിട്ട് അവൻ വലുതായിട്ടൊക്കെ എല്ലാം വരുമ്പോൾ ഞാൻ തരാം. അപ്പോൾ പിന്നെ എന്തായാലും പ്രഭാത ബ്ലസ് ചെയ്തു. കൃഷ്ണമതരസ്തു, നല്ലൊരു ഡിവോട്ടി ആവട്ടെ പറഞ്ഞ് ബ്ലസ് ചെയ്തു. അപ്പോൾ ഈ പയ്യൻ ഒരു 6-7 വയസ്സോ അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നീട് കുറേ കാലം കഴിഞ്ഞു, ആ മീറ്റിങ്ങിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കുംഭമേളയിൽ ഒരു കുറേ വർഷത്തിന് ശേഷം ഈ ബാലൻ വലിയ ആളായി, വലിയൊരു ആചാര്യനായി. അവിടെ കുംഭമേളയിൽ പ്രവചനം നടത്തുകയാണ്.
കുംഭമേളയിൽ പ്രവചനം നടത്തുന്ന സമയത്ത് പ്രഭുപാദരുടെ കൂടെ ഉണ്ടായിരുന്ന ഫോറിൻ ഡിവോട്ടീസ് വീണ്ടും കുംഭമേളയ്ക്ക് പോയ സമയത്ത് അവിടെ പ്രവചനം നടക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ എന്ത് സമ്പ്രദായം എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നപ്പോൾ ഇവരൊക്കെ ഇതല്ലേ, ഫോറിനേഴ്സ് അല്ലേ. അപ്പോൾ ഈ പയ്യന് മനസ്സിലായി, അന്ന് ആചാര്യനായിട്ടുണ്ട്, അന്ന് അവിടെ വലിയ പ്രഭാഷണം നടത്തുകയാണ്. എന്നിട്ട് കണ്ടപ്പോൾ ഇത് ഹരേ കൃഷ്ണ ഡിവോട്ടീസാണ് മനസ്സിലായി. കാരണം അവർക്കറിയാലോ കാണുമ്പോൾ. അപ്പോൾ അവർ അടുത്ത് വിളിച്ചു, ചോദിച്ചു, നിങ്ങൾ ഏതിലാണ്, നിങ്ങൾ ഹരേ കൃഷ്ണ പ്രഭുപാദരാണോ? അപ്പോൾ ഈ കംപ്ലീറ്റ് സ്റ്റോറി പറഞ്ഞു കൊടുത്തു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ പദവിയിലെത്തുന്നുണ്ടെങ്കിൽ അത് ശ്രീല പ്രഭുപാദരുടെ ആശീർവാദം കൊണ്ടാണ്. അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പ്രഭുപാദ അത് ഫോഴ്സ് ചെയ്ത് മുൻകൂട്ടി കണ്ടു. കാരണം വെച്ചാൽ ഈ ബാലന് സാധാരണ ഒരു ബാലനല്ല, അതുകൊണ്ടാണ് എനിക്ക് തരുക ചോദിച്ചത് എൻ്റെ മൂവ്മെൻറ്റിലേക്ക്. എന്നിട്ട് അനുഗ്രഹം ചെയ്തു, നല്ലൊരു ഡിവോട്ടി ആവാൻ പറഞ്ഞിട്ട്. ആൻഡ് ഈ ബിക്കേം എ ബിഗ് ഡിവോട്ടി ആൻഡ് ബിക്കേം എ ഒരു ആചാര്യനായി, ഒരു ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ഭക്തി മൂവ്മെൻറ്റ്. അങ്ങനെയാണ് അവിടെ. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായത് കേട്ടപ്പോൾ. അപ്പോൾ അതാണ്. അപ്പോൾ അവിടെ തോമസ് തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിനോട് പറഞ്ഞു, യു വിൽ ബിക്കം എ പ്യൂർ ഡിവോട്ടി. ഞാൻ ഈ ബിക്കേം എ സന്യാസി വര്യൻ. ഓക്കെ, അതാണ് പറഞ്ഞത്. So the path of self-realization or mysticism is described in Bhagavad Gita. The basic principle of self-realization is knowledge that the living entity is not this material body, but that he is different from it, and that his happiness is in eternal life. Bliss and knowledge. അപ്പോൾ ശരിക്കുള്ള ഹാപ്പിനെസ് എന്തിനാണ്? നമ്മളുടെ എറ്റേണൽ ലൈഫ്, ബ്ലിസ് ആൻഡ് നോളജ്. എന്താണ്? സച്ചിദാനന്ദമായിട്ടുള്ള ആ ഒരു തലത്തിലെത്തുമ്പോൾ കിട്ടുന്ന അതായത് നമ്മുടെ റിയൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ. ഇപ്പം നമ്മുടെ എന്താണ്? നമ്മുടെ ടെമ്പററി ബോഡിയാണ്. അത് പരീക്ഷപ്പെടാണ്, അത് നശിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് ശാശ്വതമായിട്ടുള്ള ആ ഒരു ആനന്ദം കിട്ടില്ല എന്താണ് പറയുന്നത്. യെസ്, മംഗള മാതാജി, എന്തേ പോയോ? കുറച്ചും കൂടി അടുത്ത് പറയും. കുട്ടി പിന്നെ പ്രഭുപാദരെ കൂടെ പോയോ? ഇല്ല, പ്രഭുപാദയ്ക്ക് അപ്പോഴേക്കും പോയിട്ടുണ്ടായിരുന്നു. പ്രഭുപാദ ലെഫ്റ്റ് വേൾഡ് തിരുവഭാവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് വീണ്ടും കുംഭമേളയിൽ ഈ ബാലനെ കണ്ടത്, അതായത് ആചാര്യനായിട്ടുള്ളത്. പറഞ്ഞില്ലേ പ്രഭുജി? ശിഷ്യന്മാരാണ് പിന്നെ കണ്ടതില്ല കുട്ടീനെ. ശിഷ്യന്മാർ വീണ്ടും കുംഭമേളയിൽ പോയ സമയത്ത് അങ്ങനെ പ്രവചനം കേട്ടപ്പോൾ ഇവരെ കണ്ടപ്പോൾ അവർ അദ്ദേഹം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കഥയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടായി. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഇന്ന് എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീല പ്രഭുപാദ കാരനാണെന്ന് പറഞ്ഞു. So these are transcendental, beyond both body and mind. Self-realization is sought by the path of knowledge, by the practice of eightfold system or bhakti yoga. ഈവൻ നമ്മുടെ ഗുരു മഹാരാജിനെ പറ്റി 19ാമത്തെ വയസ്സിൽ അവിടെ പ്രഭുപാദർ കൂടെ ശ്രീനാഥ്ജിയുടെ വീട്ടിൽ, ശ്രീനാഥ്ജിയുടെ അച്ഛൻ അന്ന് MP ആണ്, മെമ്പർ ഓഫ് പാർലമെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തു പ്രഭുപാദ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ജയപതാക ഇവിടെ ഉണ്ടായിരിക്കും, ബംഗാളി പഠിക്കും, ബംഗാളി ലാംഗ്വേജിൽ പ്രവചനം ചെയ്യും. ഒരുപാട് ആൾക്കാരെ ഡിവോട്ടീസ് 50,000-ൽ മീതെ ഡിവോട്ടീസ് ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഒരു ഇന്ത്യൻ പാസ്പോർട്ടിന് ഉള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഇവർ തോന്നി, ഈ 18-19 വയസ്സായിട്ടുള്ള ഒരു ഫോറിൻ നാഷണൽ എങ്ങനെ ബംഗാളി പഠിക്കാനാണ്? അവരെങ്ങനെ ഇവിടെ നിൽക്കും? ഇന്ത്യയിൽ നിൽക്കും. മോസ്കിറ്റോ, പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ അസുഖം വരുന്ന ഒരുപാട്, അതൊക്കെ അമേരിക്കയ്ക്ക് വിട്ടിട്ട് പോകണം, വന്ന് നിൽക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, വീണ്ടും ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹം ഒരു സാധാരണ ആളല്ല, ചൈതന്യ മഹാപ്രഭുവിൻ്റെ സമയത്ത് ചൈതന്യ ലീലയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു അസോസിയേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു.
പിന്നീട് പ്രഭുപാദെല്ലാം പോയ ശേഷം ഗുരു മഹാരാജ് ബംഗാളിൽ ഒരുപാട് വിപ്ലവം നടത്തി, ഒരുപാട് ഡിവോട്ടീസ് ഉണ്ടാക്കി, ടെമ്പിൾ അവിടെ മായപ്പൂർ മുഴുവൻ ഡെവലപ്പ് ചെയ്തു. പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പ്രഭുപാദയ്ക്ക് ആ ഒരു വിഷൻ ഫോർകാസ്റ്റ് ചെയ്യാനുള്ളൊരിത്. എന്നിട്ട് ഞാൻ 2016 ഇദ്ദേഹം ഇവിടെ ദുബായിൽ വന്ന സമയത്ത് സ്വന്തം, അതായത് ശ്രീനാഥ്ജി സ്വന്തം പറഞ്ഞതാണ്. ശ്രീനാഥ്ജി അവിടെ ഇസ്കോൺ ചൗപ്പാത്തി ടെമ്പിളിൻ്റെ ഒരു ട്രസ്റ്റിയാണ്, വലിയൊരു ബിസിനസ് മാനാണ്, ഇൻഡസ്ട്രിയലിസ്റ്റാണ്, നല്ല വെൽത്തി ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം സ്വയം പറഞ്ഞതാണത്. അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയപതാക സ്വാമി മഹാരാജ് അമേരിക്കക്ക് വിട്ട് ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത് ബംഗാളിലെ മായപ്പൂരിലതെല്ലാം പ്രവഞ്ച് ചെയ്ത മായപ്പൂർ ഡെവലപ്പ് ചെയ്യും. ആൻഡ് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു അസോസിയേറ്റ് ആയിരുന്നു, സാധാരണ വ്യക്തിയല്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം ഡയറക്റ്റ് പറയണ്ടായി. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അന്ന്. രാധാനാഥ സ്വാമി മഹാരാജും അതേപോലെ ഭക്തിപുരുഷോത്തമ സ്വാമി മഹാരാജും ഈ ശ്രീനാഥ്ജി പ്രഭു ഉണ്ടായിരുന്നു. ആ സമയത്താണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ, അപ്പോൾ ഒരു സെയിൻലി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഭഗവാന്റെ ആ ഒരു എംപവർമെൻ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ കാണാൻ, മുൻകൂട്ടി പറയാനും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ ഇൻ ഈച്ച് ഓഫ് ദിസ് പ്രഭുജി കേട്ടുണ്ടോ പറയുന്നത്? ഞാൻ ഉണ്ടായിരുന്നു ദുബായ്. അതല്ലേ വളരെ അതല്ലേ ചിന്തായിട്ട് ഞാൻ പറയുന്നു. ആ പുസ്തകത്തിലുണ്ട് ഈ ശ്രീനാഥ്ജിയുടെ അടുത്ത് പറയണത്, ജയപതാക സ്വാമി. ഹരേ കൃഷ്ണ. നമ്മൾ സ്വയം അദ്ദേഹത്തിൻ്റെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു 7 കൊല്ലമായിട്ടുള്ളൂ ലെഫ്റ്റ് ഹിസ് ബോഡി, ശ്രീനാഥ്ജി. Okay. In each of these processes, one has to realize the constitutional position of the living entity, his relationship with God, and the activities whereby he can establish the lost link and achieve the highest perfection stage of Krishna consciousness. Even ആദ്യത്തെ സ്ട്രോക്ക് വന്നില്ലേ ഗുരു മഹാരാജിന്, ഇപ്പം 2008 ആ 2008 സ്ട്രോക്ക് വന്നിട്ട് അപ്പോൾ ഡിവോട്ടീസ് എല്ലാം വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, എന്താ ചെയ്യുക. അപ്പോൾ അവരെല്ലാവരും ഓരോരുത്തരും ഓരോ ആസ്ട്രോളജർ ജ്യോത്സ്യനെ കാണാൻ പോയി, എന്താ സംഗതി അറിയാൻ വേണ്ടിയിട്ട്, ഗുരു മഹാരാജ് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഒരു കോയമ്പത്തൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആസ്ട്രോളജി ഇപ്പോൾ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കണ്ടപ്പോൾ അപ്പോൾ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും നോക്കി, എന്നിട്ട് പറഞ്ഞു യെസ്, അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അദ്ദേഹം ഭഗവാനോട് ഒരു നെഗോഷിയേഷൻ നടത്തിയിരിക്കുകയാണ് ലൈഫ് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട്. ലൈഫ് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുകയാണെന്ന്. അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അതായത് ആസ്ട്രോളജി പറയാണ് 2008 ആ സമയത്ത് ഇസ് ലൈഫ് ഡ്യൂറേഷൻ ഈസ് ഫിനിഷ്. അപ്പോൾ അദ്ദേഹം ബാർഗെയിൻ ചെയ്തിരിക്കുകയാണ് ഭഗവാനോട്, എനിക്ക് എക്സ്റ്റൻഷൻ വേണം, കാരണം ഒരുപാട് മിഷൻസ് ഉണ്ട്, ഞാൻ പ്രഭുപാദയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് ചെയ്ത് തീർക്കാൻ വേണ്ടി എനിക്ക് സമയം വേണമെന്ന്. അങ്ങനെയാണ് വീണ്ടും എക്സ്റ്റൻഷൻ കിട്ടി. ഇപ്പോൾ 2026 അങ്ങനെ ഒരുപാട് എക്സ്റ്റൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഭഗവാന്റെ കൃപ കൊണ്ട്. വീണ്ടും വീണ്ടും കുറേ ആൾക്കാർക്ക് ഒരാശ്രയമാവട്ടെ, എല്ലാവരെയും ഈ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്താവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം കിട്ടട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. In each of these processes, one has to realize the constitutional position of the living entity, his relationship with God, and the activities whereby he can re-establish the lost link and achieve the highest perfection stage of Krishna consciousness. Following any of the above mentioned 3 methods, one is sure to reach the supreme goal sooner or later. This was asserted by the Lord in the 2nd chapter. Even a little endeavor on the transcendental path offers a great hope for deliverance. അതാണ് പറയുന്നത്. എവിടെ ലിറ്റിൽ എൻഡവർ എന്താണ് പറയുന്നത്? നേഹ വിക്രമനാശോസ്തി പ്രത്യവായുന വിദ്യത്തെ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മാധവ. So out of these 3 methods, the path of Bhakti Yoga is especially suitable for this age because it is the most direct method of God realization. To be doubly assured, Arjuna is asking Lord Krishna to confirm his former statement. One may sincerely accept the path of self-realization, but
the process of cultivation of knowledge and the practice of the eightfold yoga system are generally very difficult for this age. അതായത് ജ്ഞാനയോഗം അതേപോലെ ധ്യാനയോഗം ഈ യുഗത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, വെരി ഡിഫിക്കൽട്ട്. Therefore, despite constant endeavor, one may fall. അപ്പോൾ എത്ര തന്നെ നമ്മൾ പ്രയത്നിച്ചാലും ശരി, വീണ്ടും നമ്മൾ വിൽ fall down for many reasons. അത് കാരണം അത് പറഞ്ഞില്ലേ, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് അതതി സദ്യയെ യഥതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വ. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുമ്പോഴാണ് കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ കുറച്ച് ആൾക്കാരിൽ ഹാർഡ്ലി 1% വിൽ നോ ബി ഇൻ ട്രൂത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് സക്സസ് കൈവരിക്കാൻ പറ്റില്ല, വിജയം കൈവരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ എന്തായിരിക്കും ഗതി, ഡെസ്റ്റിനേഷൻ എന്തായിരിക്കും? ഇതിപ്പോൾ എന്താ പറയുക, ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്തു, അവിടെ എത്തിയതുമില്ല, അതേപോലെ ആവില്ലേ. അപ്പോൾ പറയുന്നു, പേടിക്കണ്ട, നിങ്ങൾ എവിടെ പകുതി വഴി എത്തിയെങ്കിൽ പകുതി വഴിയിൽ നിന്ന് തുടങ്ങിയാൽ മതി അടുത്ത പ്രാവശ്യം. അതാണ് പറയുന്നത്. So consequently, whenever a person tries to escape the clutches of illusory energy, she tries to defeat the practitioner by various allurements. Conditioned soul is already allured by the modes of material energy, and there's every chance of being allured again even while performing transcendental disciplines. This is called yoga chalita manasa. Deviation from the transcendental path. Arjuna is inquisitive to know the results of deviation from the path of self-realization. അപ്പോൾ അതുകൊണ്ട് അർജുനന് ആഗ്രഹമുണ്ട്, എന്താണ്, നമ്മൾ ഈ പാത്തിൽ നിന്ന്, അതായത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ആ വഴിയിൽ നിന്ന്, പാതയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് നടന്നാൽ എന്താണ് സംഭവിക്കുക, നിർത്തിവെച്ചാൽ എന്താണ് സംഭവിക്കുക. അപ്പോൾ ദർ ഇസ് നത്തിങ് ടു ലൂസ് എന്നാണ് ഭഗവാൻ പറയുന്നത്. There is no loss or diminution in this endeavor. അപ്പോൾ തീർച്ചയായിട്ടും അർജുന പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ മുഴുമിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരിക്കലും അത് കുറയില്ല, നശിക്കില്ല, അതെപ്പോഴും നമ്മുടെ ക്രെഡിറ്റിലുണ്ടാവും എന്നുള്ളൊരു അഷുറൻസാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ, പറയൂ. ഒരു സംശയം, ധ്യാനയോഗം ഈ യുഗത്തിൽ പറ്റില്ല, ജ്ഞാനയോഗോ? രണ്ടും പറ്റില്ല. അതെ, അപ്പൊ ഏതോ ഒരു ഇതില് ജ്ഞാനയോഗം ചെയ്യുന്നത് വഴിയാണ് ഒരാള് ഭക്തനാവുന്നത്. അതെ, ഭക്തിയുടെ തുടക്കം. അതന്നെ മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യഥസിദ്ധയെ യഥതാമപി സിദ്ധാന. അതല്ല, മറ്റേതെന്താണ്, ഒരു ശ്ലോകം കൂടി ഉണ്ടല്ലോ, അല്ല, വാസുദേവ സർവം വിധി. എന്താണത് ആദ്യത്തെ? സമഹാത്മാസു ദുർലഭ. ആദ്യത്തെ എന്താണ്? ബഹൂനാ ജന്മനാ ബന്ധേ. ബഹുനാം ജന്മനാ മന്ദേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. അപ്പോൾ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ഒരു ജ്ഞാനയോഗി എപ്പോഴാണോ എന്നെ ശരണം പ്രാപിക്കുന്നത്, ഭക്തി യോഗത്തിലേക്ക് വരുന്നത്, ജ്ഞാനമാം പ്രപദ്യത പറഞ്ഞാൽ സറണ്ടർ, എന്നെ ശരണം പ്രാപിക്കുക, ഭഗവാനെ പ്രണ. അപ്പം അതുവരെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല. ആ ജ്ഞാനമാർഗത്തിൻ്റെ എഫൾജൻസ് ബ്രഹ്മജ്യോതിയെ മാത്രമാണ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. അപ്പോൾ ഭക്തി യോഗത്തിൽ ആരാണ് വരുന്നത്, അപ്പോഴാണ് ആ ഭക്തന് ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുള്ളൂ, ഫൈനൽ ഗോളിൽ. ജ്ഞാനവാൻ മാം പ്രപദ്യത. അപ്പോൾ ആരാണോ ശരണം പ്രാപിക്കുന്നത്, വാസുദേവ സർവം വിധി, എല്ലാം വാസുദേവനാണ് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തി കുറേ കാലം ജ്ഞാനയോഗം പ്രാക്ടീസ് ചെയ്ത ശേഷം ഈ ഭക്തി യോഗത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് വാസുദേവ സർവവിധി സമഹാത്മസു ദുർലഭ. അങ്ങനെയുള്ള മഹാത്മാക്കന്മാർ വളരെ കുറവാണ്. അതായത് ഒരുപാട് കാലങ്ങൾ, ഒരുപാട് ജന്മങ്ങൾ ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുമ്പോൾ വാസുദേവനാണ് എല്ലാം എന്ന് മനസ്സിലാകും. അങ്ങനത്തെ വ്യക്തി എന്നിലേക്ക് വരും. അപ്പം ജ്ഞാനയോഗം ഒരു പ്രോഗ്രസീവ് സ്റ്റെപ്പാണ്.
ഭക്തിയിലേക്ക്. താങ്ക് യു മാതാജി. ഓക്കെ, വേറെ എന്തെങ്കിലും? ശ്യാമള മാതാജി, സ്മിത മാതാജി, സാവിത്രി മാതാജി ഞങ്ങളുണ്ടോ? ഈ ജ്ഞാനെന്ന് പറയുന്നത് മറ്റേ ജ്ഞാനെന്ന് പറയുന്നത് ഇതല്ലേ, അദ്വൈതവാദല്ലേ? ആ, അതായത് ഇംപേഴ്സണലൈസ്ഡ്. അവിടെ പ്രാക്ടീസ് ഉണ്ടോ? അവിടെ എന്ത് പ്രാക്ടീസ് ആണ് ചെയ്യണത് അപ്പൊ അവിടെ? അതന്നെ വേദപഠനങ്ങള്, വേദം, ഉപനിഷത്ത് ഇതൊക്കെ പഠിച്ച് ഭഗവാനെ പറ്റി അന്വേഷിച്ചു കൊണ്ടിരിക്കുക. നേതി അതല്ല ഇതല്ല, ഭഗവാൻ അതല്ല, ഭഗവാൻ ബ്രഹ്മനാണ്, അത് അങ്ങനെയുള്ള ഒരു സ്പെക്യുലേറ്റീവ് നോളേജാണ് അതെല്ലാം. അപ്പോൾ അതിൽ കഴിഞ്ഞ് അതിൽ പക്വത വരുമ്പോൾ, ഭഗവാന്റെ കൃപാ കടാക്ഷം കിട്ടുമ്പോൾ, ഏതെങ്കിലും ഭക്തന്മാരുടെ സംഘം കിട്ടുമ്പോൾ അപ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. ഭഗവാന്റെ ശരിക്കുള്ള ആസ്പെക്റ്റ് പറഞ്ഞാൽ രൂപമുള്ള ആസ്പെക്റ്റാണ്, ബ്രഹ്മനല്ല. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഭക്തി മാർഗം സ്വീകരിച്ച് ഭക്തനായാൽ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഭഗവതാമിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിലെത്തും. അപ്പോൾ അത് ഇംപേഴ്സണൽ ലിബറേഷൻ്റെ ആ ഒരു ക്ലൈമാക്സിൽ എത്തുന്ന സമയത്ത് ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഭക്തനായിട്ട് മാറും. അപ്പോൾ ഒരു പ്രോഗ്രസ്, ഒരു ലാഡറിൽ പല സ്റ്റെപ്സും ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് കർമ്മയോഗമാണെങ്കിൽ പിന്നെ ജ്ഞാനയോഗം, പിന്നെ ധ്യാനയോഗം, പിന്നെ ഭക്തിയോഗം. അപ്പോൾ ഇത് ചെന്ന് അവസാനിക്കുന്നത് ഏറ്റവും മുകളിലെ സ്റ്റെപ്പ് ഭക്തിയോഗം. ഭക്തിയോഗം ആ 4ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ സ്പിരിച്വൽ സ്കൈ ആയി. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ടെറസിലേക്ക് കോണി വയ്ക്കുകയാണ്, 4 സ്റ്റെപ്പുണ്ട്. 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നേരെ കാലെടുത്ത് വയ്ക്കുന്നത് ടെറസിലേക്കായിരിക്കും. അതേപോലെ കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. അപ്പോൾ ഇത് 3 സ്റ്റെപ്പും കഴിഞ്ഞ് 4ാമത്തെ സ്റ്റെപ്പ് എടുത്താൽ നേരെ നമ്മൾ വൈകുണ്ഠത്തിലേക്ക് സ്റ്റെപ്പ് എടുക്കുന്നു, സ്പിരിച്വൽ സ്കൈയിലേക്ക്. അപ്പോൾ അത് ഒരു പ്രോഗ്രസീവ് സ്റ്റേജാണ്. ഓക്കെ മാതാജി. ഓക്കെ, സ്മിത മാതാജി ആൻഡ് സാവിത്രി മാതാജി എന്തെങ്കിലും? ഞാൻ അവിടെ പോയിരുന്നു പ്രഭു, കഴിഞ്ഞ ദിവസം പ്രാർത്ഥന ഉണ്ടായിരുന്നില്ലേ മഹാരാജിന് വേണ്ടി? ഓക്കെ, ഇവിടെ ധന്വന്തരി ടെമ്പിളിലും. അതെ, ഹരേ കൃഷ്ണ. ഓക്കെ, എന്തായാലും ഇപ്പോൾ അത്രയും അടുത്ത ക്ലാസ്സിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ.